നമസ്കാരം. ഭക്തവത്സലനാണ് സാക്ഷാൽ ഗുരുവായൂരപ്പൻ. ഭക്തരെ പരീക്ഷിക്കും എങ്കിലും ഏതാപത്തിലും ഭഗവാൻ കൂടെ തന്നെ ഉണ്ടാകുന്നതാണ്. മനസ്സറിഞ്ഞ് വിളിച്ചാൽ തീർച്ചയായും ഭഗവാൻ അത്ഭുതങ്ങൾ തന്നെ ജീവിതത്തിൽ പ്രവർത്തിക്കും. അത്തരത്തിൽ ഏതൊരു ഭക്തന്റെയും ജീവിതത്തിൽ അത്ഭുതങ്ങൾ നിറയ്ക്കുന്ന ദേവനാണ് സാക്ഷാൽ ഗുരുവായൂരപ്പൻ അഥവാ ശ്രീകൃഷ്ണ ഭഗവാൻ. ഏത് രൂപത്തിലും നമുക്ക് ഭഗവാനെ ആരാധിക്കാം. ഭഗവാന് ഒരു തുളസി സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ പോലും അതിൽ പ്രസന്നനാകുന്ന ദേവനാണ് സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ. എന്നാൽ ഭഗവാനുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ചില കാര്യങ്ങൾ കൂടി നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ചില നക്ഷത്രക്കാർക്ക് ജന്മനാ ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹം ഉള്ളവരാകുന്നു. അതേപോലെ ചില രാശിക്കാരെയും ഗുരുവായൂരപ്പന്റെ അനുഗ്രഹമുള്ളവരായി തന്നെ പറയുവാൻ സാധിക്കും. ഇവർക്ക് ജന്മം മുതൽ ഭഗവാന്റെ കടാക്ഷം ഉള്ളവർ തന്നെയാകുന്നു. ഈ പറഞ്ഞതിൻ്റെ അർത്ഥം മറ്റുള്ളവർക്ക് ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കില്ല എന്നല്ല. ആര് വിളിച്ചാലും ഭഗവാൻ അവർക്ക് അനുഗ്രഹം ചൊരിയുന്നതാകുന്നു. എന്നാൽ ഈ നക്ഷത്രക്കാർക്ക് ഭഗവാനുമായി ജന്മജന്മാന്തരങ്ങളായുള്ള ബന്ധമാകുന്നു. ഈ രാശിക്കാർ അതിനാൽ ഗുരുവായൂരപ്പനെ ആരാധിക്കാതിരിക്കരുത് എന്ന കാര്യം ഓർക്കുക. ഈ രാശിക്കാർ ആരെല്ലാമാണ് എന്ന് മനസ്സിലാക്കാം. എവരും ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഹരേ കൃഷ്ണ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ആദ്യത്തെ രാശിയായി പറയുന്നത് മിഥുനം രാശിയാകുന്നു. മിഥുനം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് മകീരം, അവസാന പകുതി തിരുവാതിര, പുണർദം, ആദ്യ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രക്കാർ. ഇവർ പൊതുവെ നർമ്മബോധം ഉള്ളവരാകുന്നു. കൂടാതെ ഇവരുടെ ജീവിതത്തിൽ വളരെയധികം സൗഭാഗ്യങ്ങൾ ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹത്താൽ കടന്ന് വരുന്നവരുമാകുന്നു. അതിനാൽ നിത്യവും ഭഗവാനെ ആരാധിക്കുക എന്ന കാര്യം ഇവർ നിത്യവും ചെയ്യേണ്ട കാര്യം തന്നെയാകുന്നു. മുടക്കം കൂടാതെ ചെയ്യുക. നിങ്ങൾ തീർച്ചയായും ഇങ്ങനെ ചെയ്യുന്നതിലൂടെ സന്തോഷം ഇരട്ടിക്കുകയും ജീവിതത്തിൽ ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കുകയും ചെയ്യുന്നതാണ്. കൂടാതെ ബുദ്ധിമുട്ടിലും മാത്രമല്ല ഏത് അവസരത്തിലും ഭഗവാനെ നിങ്ങൾ സ്മരിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ഏതൊരവസരത്തിലും ഭഗവാൻ നിങ്ങൾക്കൊപ്പം ഉണ്ടാകും എന്ന തിരിച്ചറിവും വേണ്ടതാകുന്നു. നിത്യവും ഭഗവാനെ ആരാധിക്കുകയും ഭഗവാന്റെ മൂലമന്ത്രങ്ങൾ ജപിക്കുന്നതും ഏറ്റവും ശുഭകരം തന്നെയാകുന്നു. മറ്റൊരു രാശിയായി പറയുന്നത് ഇടവം രാശിയാകുന്നു. ഇടവം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് കാർത്തിക, അവസാന മുക്കാൽ ഭാഗം രോഹിണി, മകീരം, ആദ്യ പകുതി എന്നീ നക്ഷത്രക്കാർ. പൊതുവെ സത്യസന്ധരാണ് എന്നതാണ് ഇടവം രാശിക്കാരുടെ പ്രത്യേകത. കൂടാതെ വിശ്വാസം എപ്പോഴും നിലനിർത്തുന്നവർ തന്നെയാകുന്നു. അതിനാൽ ആരും കണ്ണടച്ച് വിശ്വസിക്കുന്നവരാണ് എന്ന് ഇവരെക്കുറിച്ച് പറയാം. വാക്കു പാലിക്കുന്നവരാണ് ഇവർ വളരെയധികം പരിശ്രമിക്കുന്നവർ തന്നെയാകുന്നു. ജീവിതത്തിൽ ഗുരുവായൂരപ്പനെ ആരാധിക്കുന്നതിലൂടെ അഥവാ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനെ ആരാധിക്കുന്നതിലൂടെ പെട്ടെന്ന് തന്നെ ഇവർക്ക് ഉയർച്ച വന്നു ചേരും എന്ന കാര്യം തീർച്ച തന്നെയാകുന്നു. അതിനാൽ ഇവർ മുടക്കം കൂടാതെ നിത്യവും ഗുരുവായൂരപ്പനെ ആരാധിക്കുന്നതിലൂടെ ജീവിതത്തിൽ ശുഭകരമായ മാറ്റങ്ങൾ മാത്രമേ വന്നു ചേരൂ. മറ്റൊരു രാശിയായി പറയുന്നത് കർക്കടകം രാശിയാകുന്നു. കർക്കടകം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് പുണർദം, അവസാന കാൽഭാഗം പൂയം, ആയില്യം എന്നീ നക്ഷത്രക്കാർ. സൗഹൃദങ്ങൾക്ക് വളരെ വലിയ പ്രാധാന്യം നൽകുന്നവരാണ് ഇവർ. ജീവിതത്തിൽ വളരെ വലിയ സ്ഥാനം നൽകുന്നു എന്നതാണ് വാസ്തവം. ബന്ധങ്ങൾ ഇവർ എപ്പോഴും ആ മൂല്യങ്ങൾ കാത്ത് സൂക്ഷിക്കുന്നവരാകുന്നു. കൂടാതെ ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ പലപ്പോഴായി വന്ന് ചേർന്നിട്ടുള്ളവരും അനുഭവിക്കുന്നവരുമാകുന്നു. എന്നാൽ ഇവർ ചെയ്യേണ്ടത് തീർച്ചയായും നിങ്ങൾ ഗുരുവായൂരപ്പനെ ആരാധിക്കുക എന്ന കാര്യമാകുന്നു. ശ്രീകൃഷ്ണ ഭഗവാനെ നിത്യവും ആരാധിക്കുന്നതിലൂടെ തീർച്ചയായും ഇവരുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ വന്നു ചേരും. പ്രധാനമായും കർമ്മരംഗത്തും ഇവർക്ക് വളരെ വേണ്ടപ്പെട്ട കാര്യങ്ങളിലും അത് ഏതൊരു കാര്യമാണ് എങ്കിൽ പോലും അതിവർക്ക് അനുകൂലമാകുവാൻ ഭഗവാന്റെ കടാക്ഷത്താൽ സാധിക്കും എന്ന തിരിച്ചറിവും ഇവർക്ക് വേണ്ടതാകുന്നു. തീർച്ചയായും കർക്കടകം രാശിക്കാർക്കും ഭഗവാന്റെ കടാക്ഷം ഉള്ളവർ തന്നെയാകുന്നു. അതിനാൽ ഈ കാര്യം തിരിച്ചറിഞ്ഞ് നിങ്ങൾ പ്രവർത്തിക്കേണ്ടതാണ്. നിങ്ങൾ മാസത്തിൽ ഒരിക്കലെങ്കിലും അടുത്തുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ഏറ്റവും വിശേഷം തന്നെയാകുന്നു. നിത്യവും ഭഗവാന്റെ മന്ത്രങ്ങൾ ജപിക്കുവാൻ മറക്കാതിരിക്കുക. സാധിക്കുമെങ്കിൽ നിത്യവും ഒരു തുളസിയില ഭഗവാന്റെ കാൽപാദങ്ങളിൽ സമർപ്പിക്കുന്നതും അതീവ ശുഭകരമാകുന്നു. മറ്റൊരു രാശിയായി പറയുന്നത് കന്നി രാശിയാകുന്നു.
കന്നിരാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം, ചിത്തിര ആദ്യ പകുതി എന്നീ നക്ഷത്രക്കാർ. പൊതുവെ ലളിതമായി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ് കന്നിരാശിക്കാർ. അത്യാവശ്യങ്ങൾക്ക് മാത്രം പണം ചെലവാക്കുവാൻ ചില അവസരങ്ങളിൽ ഇവർ ശ്രദ്ധിക്കുന്നവരാകുന്നു. എന്നാൽ പലപ്പോഴും ഇത് സാധിക്കുന്നില്ല എങ്കിൽ പോലും ഇത് ഇവരുടെ ജീവിതത്തിൽ വളരെ വലിയ ആഗ്രഹം തന്നെയാകുന്നു. ജീവിതത്തിൽ പലപ്പോഴും പുതു അവസരങ്ങൾ ഭഗവാന്റെ കടാക്ഷത്താൽ ജീവിതത്തിൽ തേടിയെത്തുന്നവർ തന്നെയാണ് കന്നിരാശിക്കാർ. എന്നാൽ ഇവർ നിത്യവും ഭഗവാനെ ആരാധിക്കുകയും ഭഗവാന്റെ മന്ത്രങ്ങൾ ജപിക്കുന്നതും ഏറ്റവും ശുഭകരമാകുന്നു. അടുത്തുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലോ ഗുരുവായൂർ ക്ഷേത്രത്തിലോ ആഴ്ചയിൽ അല്ലെങ്കിൽ മാസത്തിൽ ഒരിക്കലെങ്കിലും ദർശനം നടത്തുന്നത് ഏറ്റവും ശുഭകരമാകുന്നു. ഈ കാര്യവും നിങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കുക. ഭഗവാനെ ആരാധിക്കുന്നതിലൂടെ പെട്ടെന്ന് ഉയർച്ച നേടുവാൻ നിങ്ങൾക്ക് സാധിക്കും. നിത്യവും ഭഗവാന്റെ മൂലമന്ത്രവും ജപിക്കുവാൻ നിങ്ങൾ ശ്രമിക്കുക. മറ്റൊരു രാശിയായി പറയുന്നത് വൃശ്ചികം രാശിയാകുന്നു. വൃശ്ചികം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് വിശാഖം, അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രക്കാർ. ഈ നക്ഷത്രക്കാർക്ക് ചില പ്രത്യേകതകളുണ്ട്. ബന്ധങ്ങൾക്ക് വളരെ വലിയ പ്രാധാന്യം നൽകുന്നവരാകുന്നു. സ്നേഹം മറ്റുള്ളവർക്ക് നൽകുന്നവരാണ് എന്ന് തന്നെ പറയാം. അതിനാൽ തന്നെ മറ്റുള്ളവർക്ക് ഇവരെക്കുറിച്ച് പലപ്പോഴും നല്ല അഭിപ്രായമായിരിക്കും എന്നതും പ്രത്യേകതയായി തന്നെ പറയാം. മറ്റുള്ളവരെ സംരക്ഷിക്കുന്നവരാണ് എന്നതും പ്രത്യേകതയാണ്. എന്നാൽ ഭഗവാന്റെ സംരക്ഷണം ഇവരിൽ ഉണ്ട് എന്നത് വാസ്തവമായ കാര്യം തന്നെയാകുന്നു. അതിനാൽ കഷ്ടതകൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞ് പോവുക തന്നെ ചെയ്യും. എന്നാൽ നിത്യവും ഭഗവാനെ ആരാധിക്കുക, ഭഗവാന്റെ മന്ത്രങ്ങൾ ജപിക്കുക, സാധിക്കുന്ന അവസരങ്ങളിലെല്ലാം തന്നെ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക എന്നീ കാര്യങ്ങൾ ഇവർ ചെയ്യേണ്ടതാകുന്നു. തീർച്ചയായും ജീവിതത്തിൽ മാറ്റങ്ങൾ വന്ന് ചേരുന്നതാണ്. മറ്റൊരു രാശിയായി പറയുന്നത് ധനു രാശിയാകുന്നു. ധനുരാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് മൂലം, പൂരാടം, ഉത്രാടം എന്നീ നക്ഷത്രക്കാർ. വളരെയധികം സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നവരും അതിനായി ശ്രമിക്കുന്നവരുമാണ് ധനുരാശിക്കാർ. ഭയം ഇല്ലാത്തവരാണ് എന്നതും ധനുരാശിക്കാരുടെ പ്രത്യേകതയാകുന്നു. സ്വന്തം തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ടു പോകുവാൻ ആഗ്രഹിക്കുന്നവരാണ് ഇവർ. എന്നാൽ പലപ്പോഴും ഇതിന് സാധിക്കുന്നില്ല എന്നതും വാസ്തവമായ കാര്യം തന്നെയാകുന്നു. ഇവർ നിത്യവും ഭഗവാനെ ആരാധിക്കുന്നതും ഭഗവാന്റെ മന്ത്രങ്ങൾ ജപിക്കുന്നതും സാധിക്കുന്ന അവസരങ്ങളിലെല്ലാം തന്നെ നാരായണീയം പാരായണം ചെയ്യുന്നതും ഏറ്റവും വിശേഷമാണ് എന്ന കാര്യവും ഓർത്തിരിക്കേണ്ടതാകുന്നു. കാരണം ഇവർ തീർച്ചയായും ഭഗവാനെ ആരാധിക്കുന്നതിലൂടെ ജീവിതത്തിൽ ഉയർച്ച മാത്രമേ വന്നു ചേരൂ എന്ന കാര്യവും അറിഞ്ഞിരിക്കേണ്ടതാകുന്നു. മറ്റൊരു രാശിയായി പറയുന്നത് മീനം രാശിയാകുന്നു. മീനം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് പുരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രക്കാർ. ഈ നക്ഷത്രക്കാർ തീർച്ചയായും ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. മറ്റുള്ളവർക്ക് വളരെയധികം പ്രാധാന്യം ജീവിതത്തിൽ നൽകുന്നവർ തന്നെയാണ് ഇവർ. കുടുംബ സ്നേഹികളാണ് എന്നതും പൊതുവെ മീനം രാശിക്കാരുടെ പ്രത്യേകതയാകുന്നു.